ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. അപ്പാച്ചിമേട് വരെ തീർത്ഥാടകരെ നീണ്ട നിരയാണ് ഇപ്പോൾ കാണുന്നത്. പരമ്പരാഗത ഗാനപാത വഴിയും ആളുകൾ എത്തുന്നുണ്ട്. വാരാന്ത്യമായതുകൊണ്ടായിരിക്കാം തിരക്ക് വർദ്ധിക്കും. ആ കണക്കൂട്ടലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ശബരിമലയിൽ തദ്ദേശ സ്വയംഭരണ എൻഫോഴ്സ്മെന്റ് നടത്തിയ മിന്നൽ പരിശോധനയിൽ 140 കിലോ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തു. രാഹുൽ സുരേഷ് ശബരിമല സന്നിധാനത്ത് നിന്ന് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് രാഹുൽ സുരേഷ്. വല്ലാത്ത തിരക്കാണല്ലേ, പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN. വലിയ തിരക്കാണ് ശബരിമലയിൽ ഉണ്ടാവുന്നത്. ഇന്നലെ രാത്രി മുതൽ പമ്പയിലും സന്നിധാനത്തും വലിയ തിരക്കുണ്ടാവുന്നു. SKN സൂചിപ്പിച്ച പോലെ തന്നെ വാരാന്ത്യമാണ്, ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്നലെ സ്കൂൾ കോളേജുകളെല്ലാം അടച്ചൊരു ദിവസം കൂടിയായിരുന്നു. അതുകൊണ്ട് കുട്ടികളുടെ ഉൾപ്പെടെ വലിയൊരു തിരക്കുണ്ട്. അതായത് ഇപ്പോൾ ദർശനം നടത്തുന്ന തീർത്ഥാടകരിൽ 40% കുട്ടികളും 60 വയസ്സിന് മുകളിലേക്കുള്ള സ്ത്രീകളുമാണ് എന്നാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. കഴിഞ്ഞ ഏതാണ്ട് 7 മണിക്കൂറിലായി 30,000-ലധികം ആളുകളാണ് ദർശനം നടത്തിയിട്ടുള്ളത്. ഓരോ മണിക്കൂറിലും 4200 മുതൽ 4500 വരെ ആളുകൾ ദർശനം നടത്തുന്നുണ്ട്. ഇന്നലെയാണെങ്കിൽ 96,000-ലധികം ആളുകൾ ദർശനം നടത്തിയ ഒരു ദിവസം കൂടിയായിരുന്നു കടന്നു പോകുന്നത്. ഇപ്പോൾ ആളുകൾ കൂടിയ പശ്ചാത്തലത്തിൽ കനത്ത നിയന്ത്രണങ്ങളാണ് വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ വരുത്തിയിട്ടുള്ളത്. പമ്പയിലും നിലയ്ക്കലിലും ഒപ്പം തന്നെ ഇടത്താവളങ്ങളിലെല്ലാം തന്നെ കടുത്ത നിയന്ത്രണങ്ങൾക്ക് ശേഷമാണ് സന്നിധാനത്തേക്ക് ആളുകളെ കടത്തി വരുന്നത്. ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെയുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, ഇന്നലെ രാത്രിയിൽ കാര്യമായ ആളുകൾ സന്നിധാനത്തേക്ക് എത്തി. ഇവർ വിരിവെച്ച് സന്നിധാനത്ത് തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവർ മല ഇറങ്ങാത്തത് കൊണ്ട് തന്നെ പമ്പയിൽ നിന്നും കൂടുതൽ ആളുകളെ കടത്തിവിടാനും സാധിച്ചില്ല. ആ പ്രതിസന്ധിക്ക് ഇപ്പോൾ ഒരു പരിഹാരമായിട്ടുണ്ട്. ആളുകൾ മലയിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആളുകളെ കയറ്റിവിടുമെന്ന കാര്യങ്ങൾ കൂടിയാണ് പറയുന്നത്. അതോടൊപ്പം തങ്കയങ്കി ഘോഷയാത്ര ഇന്ന് പന്തളത്തു നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. മണ്ഡല പൂജയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും സന്നിധാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 26-ാം തീയതിയാണ് സന്നിധാനത്ത് തങ്കയങ്കി ഘോഷയാത്ര എത്തുന്നത്. 26-ാം തീയതി വൈകിട്ട് ദീപാരാധനയ്ക്ക് തങ്കയങ്കി ചാർത്തിയുള്ള പൂജാകർമ്മങ്ങൾ നടക്കും. 27-ാം തീയതിയാണ് മണ്ഡല പൂജ നടക്കുന്നത്. അത്തരത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം പുരോഗമിക്കുന്നു. അതോടൊപ്പം പോലീസിന്റെ നേതൃത്വത്തിലുള്ള ഒരുക്കങ്ങളും പുരോഗമിക്കുകയാണ്. തിരക്ക് വരും ദിവസങ്ങളിലും കൂടുതലായി വർദ്ധിക്കും. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം SKN സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ സന്നിധാനത്ത് തദ്ദേശ സ്വയംഭരണ എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടത്തിയിരുന്നു. 16ഓളം സ്ഥാപനങ്ങൾ നടത്തിയ പരിശോധനയിൽ 140 കിലോ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ചുമത്തുകയും ഒപ്പം തന്നെ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും നിലവിൽ തിരക്ക് വർദ്ധിക്കുന്നുണ്ടെങ്കിലും നിയന്ത്രണ വിധേയമാണ് കാര്യങ്ങൾ. SKN.